നമുക്ക് നേരെ പോകാം തിരുവനന്തപുരത്തേക്ക്. സുനിൽ ഐസക് കൂടിയുണ്ട് വിവരങ്ങൾ നൽകാനായി. സുനിൽ, അപ്പോൾ ഇനി ചർച്ചകളുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് ഡൽഹിയാണ്. അവിടെ സ്വാഭാവികമായിട്ടും തീരുമാനം എടുക്കേണ്ടതുണ്ട്. നേതാക്കളും ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്ത് ഇപ്പോൾ എന്ത് നടക്കുന്നു മുഖ്യമന്ത്രി ചർച്ചയിൽ? ജിൽസി, അക്ഷരാർത്ഥത്തിൽ ഒരു ത്രിശങ്കുവിൽ തന്നെയാണ് ഹൈക്കമാൻഡ് പെട്ടിട്ടുള്ളതെന്ന് പറയാതിരിക്കാനാവില്ല. കാരണം ആരെയും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിൽ ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയെ ആക്കിയാൽ കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും എടുക്കുന്ന നിലപാട് പ്രധാനപ്പെട്ടതാകും. അതുപോലെ കെ.സി. ആക്കിയാൽ മറ്റു രണ്ടുപേരും, സതീശനെ ആക്കിയാൽ ഏറ്റവും ജൂനിയറായ സതീശന്റെ കീഴിൽ ഞങ്ങളില്ല എന്നൊരു നിലപാട് മറ്റു രണ്ടുപേരും എടുക്കുന്നു. അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഹൈക്കമാൻഡ് പോകുന്നു. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിന് സമാനമായ സാഹചര്യമാണെങ്കിൽ സ്വാഭാവികമായും എം.എൽ.എമാർ ആരാണ് ഏറ്റവും കൂടുതൽ ആരെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുകയും അയാളെ മുഖ്യമന്ത്രിയാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമല്ല, മറ്റ് സംസ്ഥാനങ്ങളിന് സമാനമായ ഒരു സാഹചര്യമല്ല കേരളത്തിലേതെന്ന് നിരീക്ഷകർ തന്നെ AICC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നു. കാരണം ജനവികാരം, ഒപ്പം ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ, അത്തരം കാര്യങ്ങളെല്ലാം ചേർത്ത് വായിച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരിക്കണം എടുക്കേണ്ടത്. അതല്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധിക്ക് കാരണമാകും എന്ന ഒരു വിവരം കൂടി നിരീക്ഷകർ നൽകിയിട്ടുണ്ട്. ഒപ്പം നോക്കൂ, നേരത്തെ ധനസുമോദ് പറഞ്ഞതുപോലെ ഉപതെരഞ്ഞെടുപ്പാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം വി.ഡി. സതീശന് അനുകൂലമായ വലിയൊരു തരംഗം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കണ്ടതാണ്. എല്ലാ തരം വിലക്കുകളെയും ലംഘിച്ചുകൊണ്ട് സതീശന് വേണ്ടി ജനം തെരുവിലിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളല്ല, പൂർണ്ണമായും കോൺഗ്രസ് പ്രവർത്തകരാണ്. ആ കോൺഗ്രസ് പ്രവർത്തകരെ മുന്നിൽ നിർത്തിക്കൊണ്ട് വേണം 2 ഉപതെരഞ്ഞെടുപ്പുകളെ നേരിടാൻ. ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായാൽ ഇത്രയും നാൾ ഉണ്ടാക്കിയെടുത്ത എല്ലാ തരത്തിലുള്ള പൊലിമയും നഷ്ടമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ പല തരത്തിലുള്ള ആശങ്കകൾ, പ്രതിസന്ധികൾ ഒക്കെ ഉണ്ട്. എന്തായാലും പന്ത് മാത്രമല്ല, നേതാക്കളും ഇപ്പോൾ ഡൽഹിയിലാണുള്ളത്. ഇവിടെ അവരുടെ അനുയായികൾ മാത്രമാണ് തിരുവനന്തപുരത്തുള്ളത്, കേരളത്തിലുള്ളത്. അവരെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും അവരുടെ ആത്മവിശ്വാസവും മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി എന്തെങ്കിലും ഒരു തീരുമാനമാകുമെന്ന ഒരു പ്രതീക്ഷ എല്ലാവരും പങ്കുവയ്ക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് വെളുത്ത പുക ഇന്ന് വൈകുന്നേരത്തോടുകൂടിയെങ്കിലും ഉയരും, അല്ലെങ്കിൽ രാത്രിയോടുകൂടിയെങ്കിലും ഉയരുമെന്നൊരു പ്രതീക്ഷ ആണ് പ്രവർത്തകർക്കുള്ളത്. മാത്രമല്ല, ഈ മുഖ്യമന്ത്രി ചർച്ചകൾ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നതിൽ ഘടകകക്ഷികൾക്ക് അതൃപ്തിയുണ്ട്, അണികൾക്ക് അതൃപ്തിയുണ്ട്. ആ അതൃപ്തികളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാകണം. കാരണം ഞായറാഴ്ചക്കുള്ളിൽ തീരുമാനമെന്നായിരുന്നു നേരത്തെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ശനിയാഴ്ചയായി, നാളെ ഞായറാഴ്ചയാണ്. നാളേക്കുള്ളിൽ തീരുമാനം ഉണ്ടാകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷെ എന്തായാലും ഇതുവരെയും തീരുമാനം ഒന്നുമായിട്ടില്ല. അത് നമുക്കറിയാം. നേതാക്കൾ ഡൽഹിയിൽ എത്തിയിട്ടേ ഉള്ളൂ. ഇനി 3 നേതാക്കളെയും കൂട്ടിയിരുത്തി ചർച്ച നടത്തേണ്ടതുണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ചർച്ചയെന്നാണ് നമുക്ക് ധനസുമോദ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി പൊടുന്നനെ ഒരു തീരുമാനം ഉണ്ടാവുമോ? കാരണം ഈ ഒരു മാസമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നിട്ടും ഒരു തീരുമാനമാകാത്ത കാര്യം 1-2 മണിക്കൂറിനുള്ളിൽ തീരുമാനത്തിലേക്ക് എത്തുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ജിൽസി. എന്തായാലും ഇനി ഇതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നത്, അതായത് മുഖ്യമന്ത്രിയെ ആരാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ ഉണ്ടാവുക. അതുവരെ തൽക്കാലത്തേക്ക് അണികൾ അടങ്ങിയിരിക്കാനാണ് സാധ്യത. കാത്തിരുന്ന് കാണാം എന്നുള്ളൊരു മൂഡിലാണ് നേതാക്കളും അവരുടെ അണികൾ. യെസ്, അത് തന്നെയാണ് എല്ലാവരും കാത്തിരുന്ന് കാണാമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും സുനിൽ ഐസക് അവിടെ നിന്നൊരു വെളുത്ത പുക ഉയരുന്നത് കാത്തിരിക്കുകയാണ്. സാധാരണ പോപ്പിനെയൊക്കെ തീരുമാനിക്കുമ്പോഴാണ് വെളുത്ത പുക ഉയരാറുള്ളത്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി തീരുമാനിക്കുമ്പോൾ അത് ഉണ്ടാവുമോ എന്നുള്ളതാണ്. ശരി, എന്തായാലും വളരെ ആകാംക്ഷാഭരിതമായ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത്രയും കാലം ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനമാകാതെ 1 മണിക്കൂർ കൊണ്ടൊരു മുഖ്യമന്ത്രിയിലേക്ക് എങ്ങനെ എത്തും, അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ തന്നെ മറ്റ് നേതാക്കന്മാർ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ